ഗുഡ് ഈവനിങ് എല്ലാവർക്കും തരുന്നു. അപ്പോ നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അപ്പൊ ആ എക്സാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു സ്ട്രാറ്റജി വീഡിയോ, ഒരു ഓറിയന്റേഷന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ എപ്പോഴും പറയും, ഒരു പ്ലാൻ ഇല്ലാതെ എന്ത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാലും പണി പാളും അല്ലെ. സോ കൃത്യമായ ഒരു പ്ലാൻ, അതും വളരെ തന്ത്രപരമായ സ്ട്രാറ്റജിക് ആയ ഒരു പ്ലാൻ നമുക്ക് വേണം. അത് ജയിക്കാനാണെങ്കിലും തോൽക്കാനാണെങ്കിലും വേണം. പക്ഷെ ജയിക്കാനായിട്ടുള്ള പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഒരു ഫുൾ പ്രൂഫ് പ്ലാൻ വേണം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അത്തരത്തിലുള്ള ഒരു ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂവിനൊക്കെ വേണ്ടുന്ന ഒരു പ്ലാൻ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബാച്ചസ് നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഫൗണ്ടേഷൻ ബാച്ച് ആരംഭിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഫുൾ റെഗുലർ ബാച്ചസും ആരംഭിക്കാൻ പോവാണ്. അപ്പൊ ഈ ക്ലാസിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സെൽഫ് സ്റ്റഡി നടത്തുന്ന കുറെ ഉദ്യോഗാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അഫോർഡബിൾ ബാച്ചസിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരുണ്ട്. സോ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സെൽഫ് സ്റ്റഡി നടത്തുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു സംശയം വേണ്ട. ബിക്കോസ് ഞാൻ സെൽഫ് സ്റ്റഡി നടത്തിയ ഒരു വ്യക്തിയാണ്. ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി പഠിച്ചിട്ടില്ല. പക്ഷെ ഇത് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, നമ്മുടെ ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാച്ചിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് എന്നുള്ള ഐഡിയ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടും. അപ്പോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. ജോലിയും കൂലിയും ഇല്ലാതെ, അല്ലെങ്കിൽ പാർട്ട് ടൈമായി ജോലി ചെയ്തുകൊണ്ട് PSC പഠിക്കുന്ന ഒരു ഫേസ് വളരെ എന്താ പറയാ, ഒരു ഫ്രസ്ട്രേറ്റിംഗ് അല്ലെങ്കിൽ സ്ട്രഗ്ലിംഗ് ഫേസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇപ്പം അനുഭവിക്കുന്ന എല്ലാ ഇമോഷൻസും, എല്ലാ കൺഫ്യൂഷൻസ്, കിട്ടുമോ കിട്ടത്തില്ലേ, പൊട്ടുവോ പൊട്ടത്തില്ലേ, ജോലി കിട്ടിയതിന് അഡ്വൈസ് എന്ന് വരും, അങ്ങനെയൊക്കെയുള്ള പല ഡൗട്ട്സും എന്നെ ഹോണ്ട് ചെയ്തിരുന്നു. സോ നിങ്ങൾ ഇപ്പം പൊക്കോണ്ടിരിക്കുന്ന ആ ഒരു ഫേസ് ഓഫ് ലൈഫ് ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് എനിക്കറിയാം. PSC പാറ്റേൺ മാറ്റി, ഇനി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതേ ഒരു ഒരു എന്താ അന്തരാള ഘട്ടം എന്ന് പറയും, ഒരു ട്രാൻസിഷൻ പീരീഡ് PSCയുടെ. ഇതേ പീരീഡിൽ തന്നെയാണ് ഞാനും പഠിച്ചത്. ലേറ്റസ്റ്റ് PSCയുടെ പാറ്റേണിൽ പഠിച്ചിട്ട് തന്നെയാണ് ഞാനും റാങ്ക് ഹോൾഡർ ആയത്. എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, PSC പഠനം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പറ്റീഷൻ, ഒരു മത്സരമാണ്. നിങ്ങൾ മത്സരിക്കുന്നത് മറ്റാരോടുമല്ല, നിങ്ങളോട് തന്നെയാണ്. പെർഫെക്ഷൻ ടാർഗറ്റ് ചെയ്യരുത്. പെർഫെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാം ഇരിക്കാം എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ നടക്കത്തില്ല. ഇപ്പം സിലബസ് വരട്ടെ, സിലബസ് വന്നിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം, ഇത് പെർഫെക്റ്റ് പഠനമാണല്ലോ. അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയട്ടെ, മെറ്റീരിയൽസ് കുറെ കൂടെ വരട്ടെ, എന്നിട്ട് പഠിച്ചു തുടങ്ങാം. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാൻ ഇരിക്കുകയാണെങ്കിൽ പഠനം നടക്കത്തില്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഇംപ്രൊവൈസ് ചെയ്യാൻ നോക്കണം. ഇന്നലെ നിങ്ങൾ ആരായിരുന്നു, ആ വ്യക്തിയേക്കാൾ നിങ്ങൾ ഇന്ന് ഒരു ഒരു 0.1% ബെറ്റർ ആയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഇംപ്രൊവൈസേഷൻ മാത്രം ചെയ്യാൻ നോക്കണം. ഇന്നലെ ഞാൻ പഠിച്ചു, അതിനേക്കാൾ കുറച്ചും കൂടെ എനിക്ക് ഇന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ, നാളെ എനിക്ക് അങ്ങനെ പഠിക്കാൻ പറ്റുമോ, ആ രീതിയിൽ ഇംപ്രൊവൈസേഷൻ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഒരു പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാന്നുള്ള ചിന്ത വേണ്ട. പുതിയ പാറ്റേണിൽ പഠിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് എപ്പോഴും പറയും, നമ്മൾ പാറ്റേൺ അറിഞ്ഞില്ലെങ്കിൽ PSCയുടെ ട്രെൻഡും പൾസും അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു ജോലി അടിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ റാങ്ക് ഹോൾഡേഴ്സും പ്രൂവ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ പുതിയ പാറ്റേണിൽ പഠിക്കണം. ഇപ്പൊ എങ്ങനെയാണ്, എന്താണ്, എവിടെ നിന്നാണ് പഠിക്കേണ്ടതെന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസിന് എങ്ങനെ പഠിക്കണം, മെയിൻസ്, ഇന്റർവ്യൂ, അതൊക്കെ നമുക്കൊന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. കണ്ടിന്യൂസ് ആയിട്ട് ഇനിയും വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് മാത്രം കരുതിയാൽ മതി. കാര്യം കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാം ഒരു സെഷനിൽ പറഞ്ഞ് നിങ്ങളെ ബോർ അടിപ്പിക്കത്തില്ല. സോ ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് അല്ലാത്ത ആൾക്കാർ ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക. നമ്മൾ ഈ മാസ്റ്റർ ക്ലാസ്സസ് ഒക്കെ അവിടെ തരുന്നുണ്ട്. ഡെയിലി ഇരുന്ന മോക്ക് ടെസ്റ്റുകൾ പഠിക്കാം. അപ്പോ നമ്മുടെ ബാച്ചസിലേക്ക് വന്നിട്ടുള്ള സ്റ്റുഡൻസിന്റെ അടുത്ത് എനിക്ക് പറയേണ്ടുന്ന ഒരു കാര്യം അതാണ്. യൂട്യൂബ് ചാനലും ടെലിഗ്രാം ചാനലും തരുന്ന കണ്ടന്റുകൾ നോക്കി പൊക്കോണം. ഓക്കെ, നിങ്ങളുടെ ബാച്ചിൽ അതിന്റെ ഒരു കുറെ ഇരട്ടി കണ്ടന്റ് കിട്ടും. പക്ഷെ ഇതിൽ തരുന്ന കണ്ടന്റുകൾ മിസ് ഔട്ട് ആകരുത്. ഓക്കെ, വളരെ റിസർച്ച് ചെയ്തിട്ടാണ് എല്ലാവരും നമ്മൾ കണ്ടന്റ്സ് എടുത്തത്. നമുക്ക് നേരെ നമ്മുടെ ഒരു ടോപ്പിക്കിലേക്ക് പോവാം. എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഒരു മത്സര പരീക്ഷകളുടെ ഒരു ഉദ്ദേശം എന്താ നിങ്ങൾ അറിയണം. ഇപ്പൊ മത്സര പരീക്ഷകൾ PSC ആയിക്കോട്ടെ, UPSC ആയിക്കോട്ടെ, അവിടെ ഹിസ്റ്ററി വരുന്നുണ്ട്, ജോഗ്രഫി, എക്കണോമിക്സ്, കുറെ സബ്ജക്ട്സ് വരുന്നുണ്ട്. അപ്പോ ഈ സബ്ജക്ട് എക്സ്പേർട്സിനെയാണ് PSCക്ക് വേണ്ടതെങ്കിൽ അവർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ക്യാമ്പസിൽ നിന്ന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാം. ഇങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാം നടത്തേണ്ട കാര്യമില്ല. അപ്പൊ ഒരു സബ്ജക്ട് എക്സ്പേർട്സിനെ അല്ല നോക്കുന്നത്.
റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്യൂറോക്രാറ്റ്, ഉദ്യോഗസ്ഥൻ, ചട്ടങ്ങൾ അനുസരിച്ച് ഫ്രെയിംവർക്കിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന ഒരു വ്യക്തിക്ക് ഉദ്യോഗസ്ഥനാവാനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളതാണ് PSC നോക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ, നമുക്കറിയാം ഇന്നത്തെ സെറ്റപ്പിൽ ഒരു ബ്യൂറോക്രാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വളരെ പവർഫുൾ ആണ്. ഇന്ത്യ പോലും ഡെവലപ്പിംഗ് കൺട്രിയിൽ വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊസിഷനാണ് ഒരു ബ്യൂറോക്രാറ്റ്. അവരുടെ ഒരു ഒപ്പീനിയൻ പോലും അത്ര വിലയുണ്ട്. സോ ആ ഒരു ഓഫീസ് ഹോൾഡ് ചെയ്യാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടോ എന്നാണ് PSC നോക്കുന്നത്. വിച്ച് മീൻസ് നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആണോ, അതുപോലെ തന്നെ സ്മാർട്ട് വർക്ക് ചെയ്യാൻ അറിയാവുന്ന വ്യക്തിയാണോ, ഇതൊക്കെയാണ് PSC ചെക്ക് ചെയ്യുന്നത്. ഇത് രണ്ടും നിങ്ങളെ കൊണ്ടുപോകുക, ഹാർഡ് വർക്ക് ചെയ്യാനും പറ്റും, സ്മാർട്ട് വർക്ക് ചെയ്യാനും പറ്റും എന്ന് PSCയുടെ മുമ്പിൽ ഒന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പ്രൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ PSC നിങ്ങൾക്ക് ജോലി വരും. പഴയ പഠിപ്പിസ്റ്റുകൾ നമുക്ക് പലപ്പോഴും അറിയാം, ഇപ്പൊ സ്കൂൾ, കോളേജ്, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള ഭയങ്കര പഠിപ്പിസ്റ്റുകൾ ഒരുപക്ഷെ PSCയോ UPSCയോ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്ക് അവിടെ വിജയിക്കാൻ പറ്റി കാണത്തില്ല. പക്ഷേ ഒരു ശരാശരി വിദ്യാർത്ഥി, പഴയ ബാക്ക് ബെഞ്ചേഴ്സോ മിഡിൽ ബെഞ്ചേഴ്സോ ഒക്കെ വന്നു കഴിഞ്ഞാൽ PSC എഴുതി കയറി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ ട്രെൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ടത്തെ വലിയ പഠിപ്പിസ്റ്റുകൾ PSC എഴുതാൻ പോകുമ്പോൾ ഒരുപക്ഷെ അവരെക്കാട്ടി പെട്ടെന്ന് ജോലിയിലേക്ക് കയറുന്ന ആരായിരിക്കും? അത്ര പഠിപ്പി അല്ലാത്ത ആൾക്കാരായിരിക്കും. ബിക്കോസ് ദേ നോ ദിസ് സീക്രട്ട്, ഈ രഹസ്യം അവർക്കറിയാം. അപ്പൊ എങ്ങനെയാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ കട്ടയ്ക്ക് ഞാൻ കൂടെ നിൽക്കുക. നമ്മുടെ മെത്തഡോളജി കുറച്ച് അൺകൺവെൻഷനൽ ആണ്, കുറച്ച് എന്താ പറയാ, പുതിയ രീതിയിലാണ് പഠിപ്പിക്കുന്നത് നോക്കാം. നിങ്ങൾക്കും അറിയാം, കാര്യം PSC പുതിയ പാറ്റേണിലേക്ക് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പുതിയ രീതിയിൽ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഡിഗ്രി മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും സിവിൽ സർവീസിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് മുതൽ ഡിസ്കസ് ചെയ്ത് തുടങ്ങണം. ഈ നിമിഷം മുതൽ നമ്മൾ അത് വെച്ചാൽ പഠിക്കാൻ പോകുന്നത്. പഠിച്ചങ്ങ് സെറ്റ് ആയിട്ടല്ല നമ്മൾ ചോദ്യങ്ങൾ തുടങ്ങേണ്ടത്, ചോദ്യങ്ങളിൽ നിന്ന് വേണം പഠിച്ചു തുടങ്ങാൻ. അപ്പൊ നമുക്ക് ആദ്യമേ എന്ത് ചെയ്യണം, സ്മാർട്ട് വർക്ക് എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കാം. അതിനുശേഷം ഹാർഡ് വർക്ക് എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കാം. ഇതിനേക്കാൾ ഒക്കെ മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു വാർണിംഗ്, ഒരു അപകട സൂചന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ദ റിയൽ ഡേഞ്ചർ. PSC ഡിഗ്രി ലെവൽ പരീക്ഷ ഫോക്കസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് പോവാം. ഇത് കണ്ടപ്പോ എന്താണെന്ന് ഊഹം കിട്ടിയ സഞ്ജയ് വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ, തർജ്ജമ. ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഇംഗ്ലീഷിലും ചോദ്യം കാണും, മലയാളത്തിലും ചോദ്യം കാണും. എന്നാൽ പിന്നെ മലയാളത്തിലെ ചോദ്യം വായിച്ച് നമുക്ക് ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്തിക്കൂടെ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ കോമ്പറ്റീഷന്റെ ഉള്ളിൽ പോലും ഇല്ല. എനിക്ക് വളരെ വിഷമമുണ്ട് ഇത് പറയുന്നത്. ബിക്കോസ് സിവിൽ സർവീസസിൽ മലയാളം ഓപ്ഷണൽ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. മലയാള ഭാഷയോടും മലയാള സാഹിത്യത്തിനോടും അത്രയും അധികം സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇവിടെ ഞാൻ അടിവരയിട്ട് പറയുന്നു, ഡിഗ്രി ലെവൽ എക്സാംസിൽ നിങ്ങൾ മലയാളത്തിൽ ചോദ്യം വായിക്കരുത്. വായിച്ചാലുള്ള പ്രശ്നം ഞാൻ കാണിച്ചു തരാം. ഈ ഇംഗ്ലീഷ് ചോദ്യങ്ങളെ അതുപോലെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് മലയാളം ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സാക്ട്ലി. വിച്ച് മീൻസ് ഇംഗ്ലീഷ് ചോദ്യങ്ങളിലും മലയാളം ചോദ്യങ്ങളിലും തർജ്ജമ പച്ചക്ക് കാണും. പക്ഷെ ആൻസർ കീ വരുമ്പോൾ ഇംഗ്ലീഷ് ചോദ്യം മാത്രമായിരിക്കും നിലനിൽക്കുക. മലയാളത്തിലെ ചോദ്യത്തിനകത്ത് ഉള്ള ഉത്തരം തെറ്റാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് പോയി. ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ജയിലർ റാങ്ക് ലിസ്റ്റിൽ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതിനകത്ത് വന്നൊരു ചോദ്യമായിരുന്നു, എനിക്കൊന്ന് അതിനകത്താണോ അതോ എക്സൈസിനകത്താണോ എന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല. കഴിഞ്ഞ ഞാൻ ഡിഗ്രി ലെവൽ മെയിൻസ് ഞാൻ ക്ലിയർ ചെയ്ത മെയിൻസിനകത്ത് വന്നൊരു ചോദ്യം, ഇംപെർമിസിബിൾ ലെജിസ്ലേഷൻ ഏത് എന്നുള്ളതായിരുന്നു. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ ഇൻപെർമിസിബിൾ ലെജിസ്ലേഷൻ അല്ലാത്തതെന്നായിരുന്നു ചോദ്യം. അപ്പൊ ഞാൻ മലയാളം വായിച്ച് ഞാൻ ഈസി ആയിട്ട് ഉത്തരവൊക്കെ കണ്ടെത്തിപ്പോയി. പക്ഷെ ആൻസർ കീ വന്നപ്പോ എന്റെ മാർക്ക് അവിടെ നഷ്ടമായി. എന്തുകൊണ്ടാ? ഇംഗ്ലീഷ് ചോദ്യത്തിന് ലെജിസ്ലേഷൻ ഏതെന്ന് ചോദിക്കുന്നു, മലയാളത്തിൽ അല്ലാത്ത ഏതെന്ന് ചോദിക്കുന്നു, എന്തൊരു വൈരുദ്ധ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇംഗ്ലീഷ് ചോദ്യം അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കിട്ടേണ്ടുന്ന ഒരു മാർക്ക് അവിടെ പോയത്. ഇൻ എഫക്ട് എന്റെ നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.3 മാർക്കാണ്. 0.3 മാർക്ക് നെഗറ്റീവ് അടിച്ചു, കിട്ടേണ്ട ഒരു മാർക്കും പോയി. അപ്പൊ ഈ മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ജയിലർ എനിക്ക് തോന്നുന്നു 33 അങ്ങനെ എന്തോ റാങ്ക് ആണ്. നല്ല രീതിയിൽ റാങ്ക് ബൂസ്റ്റ് ആയനെ. കാര്യം ഒരു മാർക്കിന്റെ വ്യത്യാസത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് കുറെ റാങ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. അപ്പോ ഇത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഇവിടെ ഇന്ത്യൻ ഓഷ്യൻ അല്ലെങ്കിൽ നെഗറ്റീവ് സദേൺ ഓസിലേഷൻ എന്ന് പറയുന്ന ജോഗ്രഫിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടേമിനെ ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ എന്താക്കി, ഒരു നെഗറ്റീവ് തെക്കൻ ആന്തോളനമാക്കി. പഴയൊരു മലയാളം പാട്ടുണ്ട്, ആന്തോളനം, കേട്ടിട്ടുണ്ടോ? തോളനം. ആ പാട്ടൊക്കെ പാടി ക്ലാസ് റൂമിൽ ഇരിക്കാം എന്നുള്ളതല്ലാതെ മലയാളം ചോദ്യങ്ങൾ വായിക്കുകയാണെങ്കിൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല.
ഇതെനിക്ക് വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ഞാനിത് പറയുന്നത്. പക്ഷേ ഇപ്പം എന്റെ ക്ലാസ്സസ് നിങ്ങൾ യൂട്യൂബിൽ ഇപ്പൊ ഇന്നലെ ചെയ്ത പ്രിയാമ്പിളിന്റെ ക്ലാസ് കണ്ടു നോക്കാം. കൃത്യമായി ഇംഗ്ലീഷിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ പച്ച മലയാളത്തിലുള്ള തർജ്ജമ തൊട്ട് കുറവേ പറയുന്നുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും പേടിക്കണ്ട. ഇപ്പൊ ചില കുട്ടികളെ കമന്റ് ചെയ്തിട്ടുള്ള ഞാൻ ശ്രദ്ധിച്ചത് സാറിന് മലയാളത്തിൽ പഠിപ്പിക്കണമെന്ന് എഴുതുന്നു. ഞാൻ ഇംഗ്ലീഷ് പറയുന്ന തൊട്ട് പുറമെ ഞാൻ മലയാളം പച്ച മലയാളം പറയുന്നുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും ബോധം കെട്ട് വീഴുകയാണ്. അയ്യോ ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവത്തില്ല, പ്രശ്നമാണ്. അതോടുകൂടി നമ്മൾ നമ്മുടെ തലച്ചോറ് ഷട്ട് ഡൗൺ ചെയ്യുക. ഇംഗ്ലീഷിന്റെ ഈ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഉപേക്ഷിച്ച് പോവാണ്. പക്ഷെ തൊട്ട് പുറമെ അതിനെ മലയാളം പറഞ്ഞത് അത് ക്ഷമയോടെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആവും. ഇപ്പൊ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളതാണ്, നമ്മുടെ യൂട്യൂബ് ക്ലാസ്സസ് ആയിക്കോട്ടെ, അഫോർഡബിൾ ബാച്ചസിലുള്ള ക്ലാസ്സസ് ആയിക്കോട്ടെ, ഇംഗ്ലീഷിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊട്ട് പുറമെ പച്ച മലയാളത്തിൽ ഞങ്ങൾ അത് പഠിപ്പിച്ചു തരും. ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ തന്നെ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ള പരിശീലനം നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ ഇന്നലെ ഞാൻ ചെയ്ത പ്രിയാമ്പിളിന്റെ 2 ക്ലാസ്സസ് ഉണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് അവിടെ നിന്ന് ചോദ്യങ്ങൾ വരുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സെറ്റാണ്. ഇംഗ്ലീഷിൽ ചോദ്യം വായിച്ച് മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. ഈ മലയാളത്തിലെ ട്രാൻസ്ലേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മലയാളമാണ് പാട്, ഇംഗ്ലീഷ് ആണ് എളുപ്പം. ഒരു മാസം നിങ്ങൾ കഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒരു ജോലി നിങ്ങളുടെ കയ്യിലിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഒരു ഡേഞ്ചർ നിങ്ങളുടെ മനസ്സിലിരിക്കണം. ഒരു കാരണവശാലും മലയാളം മെറ്റീരിയൽസ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പഠിക്കരുത്. എളുപ്പപ്പണി അതാണ്. സി, എളുപ്പപ്പണി എന്ന് പറയുന്നത് മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു വ്യക്തി മലയാളത്തിൽ തന്നെ പഠിക്കുക എന്നുള്ളതാണ് എളുപ്പപ്പണി. പക്ഷേ കുറച്ചൊന്ന് കഷ്ടപ്പെടാൻ നിങ്ങൾ മൈൻഡ് റെഡിയാക്കാന്നുണ്ടെങ്കിൽ ഒരു മാസം നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ച് പഠിക്കാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ക്ലാസ്സസ് ആ രീതിയിൽ തന്നെയാണ്. ഞങ്ങളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഈ പറഞ്ഞ ഇംഗ്ലീഷ് നോട്ട്സ് വായിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ മനസ്സിനെ ഒന്ന് പറഞ്ഞു പഠിപ്പിക്കുക. ഞാൻ ഇതിനെ അതിശയിച്ചു പോയി. പ്രിയാമ്പിളിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് സാറിന് മലയാളത്തിൽ കൂടെ പഠിപ്പിച്ചിട്ടാണ് എഴുതുന്നത്. പച്ച മലയാളത്തിലാണ് പിന്നെ കാര്യങ്ങൾ പറയുന്നത്, നമുക്ക് സിനിമ ഡയലോഗ്സ് ഒക്കെ വെച്ചിട്ട്. പക്ഷെ ഈ ഒരു മെന്റാലിറ്റി നമ്മൾ മാറ്റണം. ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ ബോധം കെടുന്ന പരിപാടി നിർത്തുക. ഇംഗ്ലീഷ് ദ്രവീഡിയൻ ഭാഷയാണ് ലോകത്തിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജ്. നമ്മുടെ മലയാളമാണ് ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ഭാഷകളിലൊന്ന്. മലയാളം പഠിക്കാമെങ്കിൽ അവന് ഇംഗ്ലീഷ് പഠിക്കുന്നത് ഭയങ്കര ഈസി ആയിരിക്കും. കാര്യം ഇംഗ്ലീഷ് മലയാളത്തിന്റെ ഒരു പകുതി സങ്കീർണത പോലും ഇല്ലാത്ത ഒരു ഭാഷയാണ്. ഓക്കെ, നമ്മൾ ഗ്രാമർ പഠിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനിലേക്ക് പോവാം. സ്മാർട്ട് വർക്ക് എങ്ങനെ ചെയ്യാം. എല്ലാവർക്കും വരുന്നത് കുറുക്ക് വഴിയാണല്ലോ. കുറുക്ക് വഴിയിൽ കൂടെ എങ്ങനെയാണ് മാർഗ് കണ്ടെത്താന്നുള്ളതാണ് എല്ലാം നോക്കുന്നത്. സ്മാർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി കുറുക്ക് വഴി കണ്ടെത്തും. ഈ കുറുക്ക് വഴി എന്ന് പറയുമ്പോൾ മോശപ്പെട്ട ഒരു കാര്യമല്ല. കറക്കിക്കുത്ത് എന്ന് പറയുന്നത് മോശപ്പെട്ട ഒരു കാര്യമല്ല. നിങ്ങൾക്ക് കോമൺ സെൻസും തലച്ചോറ് പണയം വെച്ചിട്ടില്ലാത്തൊരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ്. പണ്ടത്തെ PC പാറ്റേൺ എങ്ങനെയാണ്, അറിയാവുന്നത് മാത്രം എഴുതി വെച്ചിട്ട് വരിക, അറിയാത്ത ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഇന്ന് അങ്ങനല്ല. നമുക്ക് അറിയാത്തൊരു ചോദ്യം വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ പഠിക്കാത്തൊരു ചോദ്യം വന്നു കഴിഞ്ഞാലും സ്മാർട്ട് വർക്കിൽ കൂടെ ഉത്തരം കണ്ടെത്താൻ പറ്റുമെന്ന് ശ്രമിക്കണം. ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ പോട്ടെ, വിട്ടുകളയാം. ഇപ്പൊ നമ്മുടെ ചാനലിൽ ഈ ടോപ്പിക്കിൽ ചെയ്തിട്ടുള്ള വീഡിയോസിന് ലക്ഷക്കണക്കിന് വ്യൂസ് ആണുള്ളത്. കാര്യം UPSC സിവിൽ സർവീസസിൽ ഉപയോഗിക്കുന്ന ഈ ടെക്നിക്ക് അടുത്ത കാലത്താണ് PSC കുട്ടികൾക്ക് ഇത്രയും ഫെമിലർ ആയി തുടങ്ങിയിട്ടുള്ളത്. UPSC ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും, പക്ഷെ PSC ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർക്ക് ഇപ്പോഴായിരിക്കും പഠിച്ചു വരിക. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ നന്നായിട്ട് പുഷ് ആവുന്നുണ്ട്. നല്ല രീതിയിൽ കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്. പഴയ പാറ്റേൺ പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക, പുതിയ പാറ്റേണിലോട്ട് വരിക. ഇവിടെ നമുക്ക് ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. നിങ്ങൾ ഇവിടെ മോശപ്പെടാതെ ഒന്നും ചെയ്യുന്നില്ല. ഉദാഹരണം ഈ ഒരു ചോദ്യം PSC ഈ പറഞ്ഞ പോലെ വേൾഡ് ഹിസ്റ്ററി പഠിക്കാത്ത ഒരു വ്യക്തിക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് എങ്ങനെയാണ് എക്സാമ്പിൾ സ്മാർട്ട് വർക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്ന് നോക്കാം. ഇതൊക്കെ കഴിഞ്ഞ ഡിഗ്രി ലെവൽ മെയിൻസിന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ പഠിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് നോക്കാം. ചോദ്യം എന്താണ്? ലോക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട വിപ്ലവങ്ങളെ അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ സിലബസ്, ഡിഗ്രി ലെവൽ കോമൺ പ്രിലിംസിന്റെ സിലബസ് ജീവിതത്തിൽ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളവന് ഇതിന്റെ ക്രോണോളജി അറിയാം. ബിക്കോസ് ആ സിലബസിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ള വർഷം അനുസരിച്ചിട്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അത് തന്നെയാണ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. വേൾഡ് ഹിസ്റ്ററിയും പഠിക്കേണ്ട, ഒന്നും പഠിക്കേണ്ട. സിലബസ് ഒരു ആവർത്തി വായിച്ചു നോക്കിയിട്ടുള്ള വ്യക്തിക്ക് അറിയാം ആദ്യമേ നടക്കുന്നത് ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് ആണ്, അല്ലെ? ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് 2 സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന്റെ ഐഡിയ മനസ്സിലായോ? ഒറ്റയടിക്ക് സിയിലേക്ക് എത്തി. 2 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷനുള്ള സി. അപ്പോ എങ്ങനെയാണെങ്കിലും ഉത്തരത്തിലേക്ക് എത്തണം. സിലബസ് കാണാതെ പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. പ്രിലിംസിന്റെ സിലബസിൽ വലിയ മാറ്റം കാണത്തില്ല, മെയിൻസിന്റെ സിലബസ് വരാൻ പോകുന്നേ ഉള്ളൂ.
എന്തൊക്കെ സിലബസിലുണ്ടോ അതൊക്കെ നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് തന്നെ സിലബസ് എങ്ങനെ മാറിയാലും അതിന് അനുസരിച്ച് നമ്മൾ സജ്ജരാകും എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഈ ഒരു സ്മാർട്ട് വർക്ക് നിങ്ങൾ ശ്രദ്ധിക്കാം. എക്സാം ഹോളിൽ ഇപ്പം ഞാൻ പറയാം, പഴയ PSC പാറ്റേണിൽ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ ചിന്തിക്കുന്ന അറിയോ? ഫ്രഞ്ച് റെവല്യൂഷൻ ആണ് മദർ ഓഫ് ഓൾ റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്, വിപ്ലവങ്ങളുടെ മാതാവ്. അപ്പം അതായിരിക്കണമല്ലോ ആദ്യമേ ഉണ്ടായതെന്ന് ചിന്തിക്കും. അങ്ങനല്ല, അതിനേക്കാൾ മുമ്പേ ഗ്ലോറിയസ് റെവല്യൂഷൻ അല്ലെങ്കിൽ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അതേ വാക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ സിലബസ് എങ്കിലും വായിച്ചു നോക്കിയിട്ട് ഈ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്, ഡിഗ്രി ലെവൽ എക്സാംസ് എന്ന് പറയുന്നത് ഒരു ബാലികേറാമറയല്ല. ധൈര്യവും ആത്മവിശ്വാസവും ഉള്ള ഒരു വ്യക്തിക്ക് അടിച്ചെടുക്കാൻ പറ്റും, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. ഒരു സ്മാർട്ട് വർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ഇപ്പം കഴിഞ്ഞ ഡിഗ്രി മെയിൻസിൽ വന്നൊരു ചോദ്യമാണ്, ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഓഫ് ഇന്ത്യ ഇപ്പം കംപ്ലീറ്റ്ലി മാറി മറിഞ്ഞിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്ന ചോദ്യം. പക്ഷെ അനധി ബ്ലോഗ്സിലെ കുട്ടികൾ ചോദ്യം അറ്റൻഡ് ചെയ്യുന്നതിന് ഒരു സ്റ്റൈലുണ്ട്. എങ്ങനെ അവർ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്? അവർ ആദ്യമേ കയറി സ്റ്റേറ്റ്മെന്റ്സ് അങ്ങ് വായിക്കുവാണോ? അവർ ഫസ്റ്റ് ഓപ്ഷൻസ് നോക്കും. ഓപ്ഷൻസിൽ തന്നെ നല്ലൊരു ക്ലൂ കാണും, പിന്നെ മാത്രമേ ഇത് നോക്കത്തുള്ളൂ. സാധാരണ എല്ലാവരും ഇത് വായിച്ചിട്ട് ഇത് വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഓപ്ഷൻ വായിക്കും, പിന്നീട് മാത്രമേ ഇത് വായിക്കുള്ളൂ. കാര്യം ഓപ്ഷൻ വായിക്കുമ്പോൾ ഗുണം എന്താണെന്നറിയോ? എല്ലാ ഓപ്ഷനും സ്റ്റേറ്റ്മെന്റ് 1 ഉണ്ട്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണോ തെറ്റാണോ എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് പോലും വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മനസ്സിലായി. ഇതൊക്കെ നമ്മൾ സിവിൽ സർവീസസ് ഉപയോഗിക്കുന്ന ടെക്നിക്സാണ്. അവിടെ നമ്മൾ ചോദ്യമല്ല വായിക്കുന്നത്, ഉത്തരമാണ് ആദ്യമേ വായിക്കുന്നത്. കാര്യം ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളിൽ ഉത്തരം നമ്മുടെ കണ്ണിന്റെ മുമ്പിലുണ്ട്, പിക്ക് ചെയ്താൽ മതി ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ അതുകൊണ്ട് തന്നെ ധാരാളം ക്ലൂ ചോദ്യകർത്താവ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരിക്കും. SSC അല്ലെങ്കിൽ RRB പരീക്ഷകളൊക്കെ ഡിഫറെന്റ് ആണ്, ഇതുപോലല്ല. ഞാൻ ഈ പറയുന്നത് PSC, UPSC സിവിൽ സർവീസസ്, ഡിഫൻസ് സർവീസസ് പോലുള്ള പരീക്ഷകൾക്ക് ഇതാണ് ടെക്നിക്സ്. ഓരോ പരീക്ഷയുടെ ഡിമാൻഡ് ഡിഫറെന്റ് ആണ്, ഡിമാൻഡ് അനുസരിച്ച് പഠിക്കാം. ഒന്നും പഠിക്കാതെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് മനസ്സിലായി, അപ്പൊ കുറച്ചും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് ശരിയാന്ന് അറിയാം. ഉത്തരം ഡിയിലേക്കാണ് എത്തുന്നത്. തൽക്കാലം നിങ്ങൾ ബാക്കി സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റി ബോധറാവണ്ട, കുറച്ച് കണ്ടന്റ് വേണം. അതുകൊണ്ടാണ് പഠിച്ചത്. കറക്കി കുത്താൻ മാത്രം പഠിച്ചാൽ പോരാ, ആഴത്തിലുള്ള പഠനവും വേണം. അത് നമുക്ക് താഴെ ഡിസ്കസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും പല ചോദ്യങ്ങളുടെ ഉത്തരം കോമൺ സെൻസ് വെച്ച് കിട്ടും. ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരുന്നു? കോമൺ സെൻസ് വെച്ച് പറയാമോ? ഇത് ഡിഗ്രി മെയിൻസിന്റെ ചോദ്യമാണ്. മെയിൻസിനാണല്ലോ ഏറ്റവും കട്ടി ചോദ്യങ്ങൾ വരുന്നത്. ചോദ്യം എന്താണ്? കേരളത്തിന്റെ സാക്ഷരത, ലിറ്ററസിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്ത്? ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യം. നിങ്ങൾ ഓപ്ഷൻസ് സ്കാൻ ചെയ്ത് നോക്കി, ഓപ്ഷനകത്ത് പ്രത്യേകിച്ച് ക്ലൂ ഒന്നും അങ്ങനെ കിട്ടാനില്ല അല്ലെ? അപ്പൊ ഇനി നിങ്ങൾ സ്റ്റേറ്റ്മെന്റ്സ് നോക്കുക. സ്റ്റേറ്റ്മെന്റ്സ് നോക്കുമ്പോഴത്തേക്കും എന്താണ് ഇതിനകത്ത്? നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് ഒരു ഉത്തരം എന്ത് കിട്ടും? യെസ്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ലിറ്ററസി റേറ്റ് ഓഫ് കേരള ഇസ് 86% എന്നാണ് പറയുന്നത്. കേരളത്തിന്റെ സാക്ഷരതയെ പറ്റി നമ്മൾ കുറെ പറയാം. നിങ്ങൾ ആൻസേഴ്സ് ഒക്കെ കറക്റ്റാ, വെരി ഗുഡ് ആൻസേഴ്സ് എല്ലാവരുടെ. കേരളത്തിന്റെ സാക്ഷരതയെ പറ്റി നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യം എന്താ? കേരളത്തിന്റെ സാക്ഷരതയെ പൊതുവെ നമ്മൾ പറയുന്ന കാര്യം എന്താ? സമ്പൂർണ്ണ സാക്ഷരത അല്ലെ? ഏതൊരു സിനിമയില് ഇന്ന സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറയാറുണ്ട്. 100% സാക്ഷരത എന്ന് പറയുന്നത് 100% ഇതിന് 90% കൂടുതൽ എന്തായാലും കാണണമല്ലോ. സമ്പൂർണ്ണത സാക്ഷരതയുള്ള എക്സാക്ട്ലി സമ്പൂർണ്ണ സാക്ഷരതയുള്ള സ്റ്റേറ്റിനെ സംബന്ധിച്ച് 86% സാക്ഷരത വേണ്ടത്. സന്ദേശ മൂവി, അതെ, സന്ദേശ സിനിമയ്ക്കകത്ത് പറയുന്നത് സമ്പൂർണ്ണ സാക്ഷരത. ചില സമയം നമ്മുടെ സ്വഭാവം കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നില്ല കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സ്റ്റേറ്റ് ആണെന്നുള്ളത്. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാന്നുള്ളത് സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനത്തിലെ എല്ലാ അംഗങ്ങളും അറിഞ്ഞിരിക്കുന്ന കോമൺ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്തത് ഇത് പോയി, ഇത് പോയി. പിന്നെ C അല്ലെങ്കിൽ D ആണ് ഉത്തരമായിട്ട് വരാൻ സാധ്യത. അപ്പൊ നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ല, ബേസിക് കോമൺ സെൻസ് വെച്ച് നിങ്ങൾ പകുതി ചോദ്യങ്ങൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. കുറച്ചും കൂടെ പഠിച്ച് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇതിന് ഉത്തരം D ആണ് അല്ലെ? യെസ്. അപ്പോ ഏറ്റവും ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഉള്ള ഡിസ്ട്രിക്ട് ഏതെന്നുള്ളത് കമന്റ് ചെയ്യാം. അപ്പൊ അതൊരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യാം. ഇവിടെ ഞാൻ ഒക്കെ പറയുന്ന റീസൺ കറക്കി കുത്താൻ മാത്രം പഠിച്ചാൽ പോരാ, പക്ഷെ കറക്കി കുത്താൻ പഠിച്ചില്ലെങ്കിൽ മാർക്ക് കുറയും, അത്രയും പറയാവുള്ളൂ. കറക്കി കുത്താനും പഠിക്കണം, ആഴത്തിലുള്ള പഠനം വേണം. അതുകൊണ്ട് തന്നെ കോമൺ സെൻസ് വെച്ചിട്ട് നമുക്കൊരു ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ നോക്കാം. കോമൺ സെൻസ് വെച്ചിട്ട് എക്സാക്ട് ഇത് കേരള ബാങ്കിന്റെ മെയിൻസിന്റെ ചോദ്യ പേപ്പർ ആണ് കേട്ടോ. എക്സാക്ട്. അപ്പൊ ഇതൊരു കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് പോലെ തോന്നും PSC പഠിച്ചു തുടങ്ങുന്ന വ്യക്തികൾക്ക്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 സംബന്ധിച്ച് ചോദ്യം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ഇതിനെ സംബന്ധിച്ച് 3 പ്രസ്താവന വന്നിട്ടുണ്ട്.
വിവരാവകാശ നിയമം ആയിക്കോട്ടെ, ഏത് നിയമം ആയിക്കോട്ടെ, കോമൺ സെൻസ് വെച്ചിട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡും തേർഡും ശരിയാണോ നിങ്ങൾ നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? വിവരാവകാശ നിയമത്തിന് അണ്ടർലൈൻ എന്താ വിവരാവകാശ നിയമം? നമുക്ക് ഗവൺമെന്റിന് എന്തിനു വിവരം വേണമെങ്കിൽ നമ്മൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ന്യായമായ വിവരമാണെങ്കിൽ ഗവൺമെന്റ് നമുക്ക് തരും. അതാണ് വിവരാവകാശ നിയമം. പക്ഷെ ഇന്ത്യയുടെ ന്യൂക്ലിയർ ലോഞ്ച് കോഡ്സിനെ പറ്റിയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജന്റുമാരുടെ പേര് വെച്ച് അവർ തരുമോ? അല്ലെങ്കിൽ ഇന്ത്യയുടെ ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന എന്താ വെച്ച് തരൂ? ആറ്റം ബോംബ് എങ്ങനെ ഉണ്ടാക്കുന്നത് രഹസ്യം ഞങ്ങൾക്ക് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് തരൂ? ഒന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ ഇന്ത്യയും അമേരിക്കയും കൂടെ രഹസ്യമായിട്ട് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കട്ടെ ടെററിസത്തിനെതിരായിട്ട്, വിവരാവകാശ നിയമപ്രകാരം നമ്മൾ അത് പോയി ചോദിച്ചാൽ ഗവൺമെന്റ് തരുമോ? തരത്തില്ല. അപ്പൊ കോമൺ സെൻസ് വെച്ചിട്ട് നിങ്ങൾ ആലോചിക്കുക. വിവരാവകാശ നിയമം ഉണ്ട്, നമുക്ക് ആവശ്യത്തിനുള്ള വിവരം ഗവൺമെന്റ് തരും. ചില സാഹചര്യത്തിൽ ഗവൺമെന്റ് വിവരം തരത്തില്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആ ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിക്കുമ്പോൾ ശരിയാണോ എന്ന് നോക്കിയേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഒരു ഇൻഫർമേഷൻ ഒരാൾ ചോദിക്കുന്നു, പക്ഷെ ആ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുറ്റകൃത്യത്തിലേക്ക് അത് നയിക്കപ്പെടും എന്ന് ഇൻഫർമേഷൻ ഓഫീസറിന് തോന്നുവാണെങ്കിൽ അയാൾ ഇൻഫർമേഷൻ കൊടുക്കണ്ട എന്നാണ് പറയുന്നത്. ഒരു ഇൻഫർമേഷൻ ഉണ്ട്. മറ്റൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഒരാൾ മറ്റുള്ള തല്ലിക്കൊന്നു, അതിനെ മറ്റുള്ള സാക്ഷി പറഞ്ഞു. ആ സാക്ഷിയുടെ ഇൻഫർമേഷൻ ചോദിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു കള്ളക്കടത്തുകാരനെതിരായിട്ട് ഉള്ള രഹസ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ പോലീസിന് കൊടുത്തു നിൽക്കട്ടെ, രഹസ്യമാക്കി വെച്ചില്ലെങ്കിൽ അങ്ങനെ ജയിലിൽ മാത്രമേ എന്നെ തല്ലിക്കൊല്ലും. അപ്പൊ ഒരാൾ ചെന്ന് ഇൻഫർമേഷൻ ഓഫീസറിന് ചോദിക്കുകയാണ്, ആരാണ് രഹസ്യ ഇൻഫർമേഷൻ കൊടുത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ അവര് കൊടുക്കോ? ഇൻഫർമേഷൻ കൊടുക്കോ? നിങ്ങൾ കോമൺ സെൻസ് ഒന്ന് ആലോചിക്കുക. ഒരു കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്ന ഇൻഫർമേഷൻ ആണെങ്കിൽ ആരെങ്കിലും ഗവൺമെന്റ് ആ ഇൻഫർമേഷൻ കൊടുക്കോ? ഇല്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് യെസ് റോങ് ആയതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആ അല്ലേ? അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത ചെയ്യേണ്ടത് എന്താ? ഓപ്ഷൻസിലേക്ക് വേണം. ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായ ധാരണ വന്നെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്കല്ല പോകേണ്ടത്, ഓപ്ഷൻസിലേക്കാണ്. കാര്യം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് എന്ന് പറയുന്നത് രണ്ട് ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം ബി അല്ലെങ്കിൽ ഡി വരും. അപ്പോ ഇനി നിങ്ങൾ നോക്കേണ്ടത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്നുള്ളതാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് PSC പഠിച്ചു തുടങ്ങുന്ന ഒരു വിദ്യാർത്ഥി ഏറ്റവും അധികം കാണാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാര്യം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സ് are required to give information within 48 hours of the receipt of requirement if the life and liberty of a person, അല്ലെ? ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് സാധാരണ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയാണ്, അല്ലെ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ്. 48 മണിക്കൂറിന് കണക്ക് നമ്മൾ പൊതുവെ പറയുന്നതാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് സിറ്റിസൺ ബിലോങ് ടു ബിലോ പോവർട്ടി ലൈൻ, BPL കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഇതിന്റെ പേയ്മെന്റ് ഓഫ് ബേസിക് ആപ്ലിക്കേഷൻ ഫീ വൈൽ സീക്കിംഗ് ഇൻഫർമേഷൻ അണ്ടർ ആക്ട്, ബിലോ പോവർട്ടി ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഫീസ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, റൈറ്റ് ആണ്. ചില ആൾക്കാർക്ക് സംശയം വരും, റൈറ്റ് ആണോ റോങ് ആണോ സംശയം വരും. എന്തായാലും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണെന്ന് അറിയാമെങ്കിൽ തന്നെ ഉത്തരത്തിലേക്ക് എത്തി, അല്ലെ? ഉത്തരത്തിലേക്ക് എത്തി. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആകുമ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റിനെ പറ്റി അധികം കൺഫ്യൂഷൻ ആവശ്യമില്ല. അപ്പൊ അതിന്റെ അപ്രോച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ നമുക്ക് കറക്കിക്കുത്താൻ മാത്രം പഠിച്ചാൽ മതിയോ? കുറച്ചുകൂടെ ആഴത്തിൽ ഇറങ്ങി പഠിക്കണ്ടേ? അപ്പൊ ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എക്സാക്ട്ലി ഇതിനകത്ത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. യെസ്, ഇതിനകത്ത് ആക്ച്വലി ഡി ആണ് വരുന്നത് കേട്ടോ. നമ്മള് റോങ് എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന് ഉത്തരം ഡി ആണ്. നൺ ആ റോങ്, ഒന്നും തെറ്റല്ല എന്നുള്ളതാണ് ശരിയായിട്ട്. ഞാൻ പറഞ്ഞതിനകത്ത് ചെറിയൊരു ഇന്റർപ്രിട്ടേഷൻ മിസ്റ്റേക്ക് വന്നതാണ്. അപ്പൊ ഇതിന് ഉത്തരം ഡി ആണ്. ഡി ആണ്. ഇത് വളരെ ട്രിക്കി ആയിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ത്? 3 പ്രസ്താവന ആക്ച്വലി ശരിയാണ്. അതുകൊണ്ട് തന്നെ നൺ ആർ റോങ്, ഒന്നും തെറ്റല്ല എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇത് ഒരു കുറച്ച് ആ രീതിയിൽ വളഞ്ഞ് മൂക്കി തുറന്നൊരു ചോദ്യമായിരുന്നു. അപ്പൊ അതാണ് അതിന്റെ ഉത്തരം എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഓക്കെ, ബി അല്ല ഡി ആണ് അതിന്റെ ഉത്തരം. സെറ്റ് ആണല്ലോ? ആ ഒരു ചോദ്യത്തിന്റെ കറക്റ്റ് വ്യാഖ്യാനം നിങ്ങൾക്ക് മനസ്സിലായോ? സംശയം ഉണ്ടോ? റിപ്പീറ്റ് ചെയ്യണോ? 32ാമത് ചോദ്യത്തിന്റെ അകത്ത് എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യം ക്ലിയർ ആണോ? റിപ്പീറ്റ് ചെയ്യണോ? യെസ്, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. തെറ്റ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് എല്ലാം ശരിയാണ്. അതുകൊണ്ട് തന്നെ നൺ ആർ റോങ്, ഒന്നും തെറ്റല്ല എന്നുള്ള പ്രസ്താവനയാണ് നമുക്ക് വരേണ്ടത്. ഡി ആണ് ഒരു ഉത്തരം. ഓക്കെ, പിന്നെ നമുക്ക് പോകാനുള്ളത് കുറച്ച് ഹാർഡ് വർക്കിനെ പറ്റി സംസാരിക്കാനാണ്.
എലിമിനേഷൻ ടെക്നിക്സിന്റെ ധാരാളം വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, നിങ്ങൾ കണ്ടു നോക്കാം. നമ്മുടെ ബാച്ചസിലും അതിന്റെ ക്ലാസ്സസ് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഹാർഡ് വർക്കിന് പകരം വെക്കാനായിട്ട് ലോകത്തൊന്നുമില്ല. കഷ്ടപ്പെട്ട് തന്നെ പഠിക്കണം. ബിക്കോസ് ഇത് ഈസി ആണെങ്കിൽ എല്ലാവരും ചെയ്തില്ലായിരുന്നോ? ഇത് ഈസി പരിപാടി ആയിരുന്നെങ്കിൽ എല്ലാവരും ഇത് ചെയ്തില്ലായിരുന്നു. കുറച്ച് പാടായോണ്ടല്ലേ നിങ്ങളെ പോലുള്ള കുറച്ച് ആൾക്കാർ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നത്. കുറച്ച് കഷ്ടപ്പെടാൻ റെഡിയാവാം. ഹാർഡ് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴത്തിൽ ഇറങ്ങി പഠിക്കുക, ആഴത്തിൽ പഠിക്കുക. ആഴത്തിൽ ഇറങ്ങി പഠിക്കുക എന്ന് പറയുമ്പോൾ ചപ്പും ചവറും എല്ലാം പഠിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ട പോലെ പഠിക്കണം എന്നുള്ളത് മാത്രമാണ് അർത്ഥം. അല്ലാതെ സൂര്യന് താഴെയുള്ള എല്ലാത്തിനെയും പറ്റി പഠിക്കണ്ട. ഇവിടെ നമുക്കൊരു UPSC അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നിലവാരത്തിൽ വേണം പഠിക്കാൻ. ഞാനിപ്പോ ഏറ്റവും അധികം വിമർശനം കേൾക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം. സിവിൽ സർവീസസിൽ നിന്നുള്ള ചോദ്യങ്ങൾ PSC വരുന്നു എന്നാണ് എന്റെ ആർഗ്യുമെന്റ്. ഇത് പ്രൂവ് ചെയ്യുന്ന വീഡിയോകൾ ധാരാളം ഞാൻ ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ആൾക്കാർ പലരും പറയുന്നത് വരുന്നില്ല 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 എന്നാണ്. മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇത് ചലഞ്ചിങ്. UPSC ചോദ്യം കണ്ടെത്തണം, അത് പഠിപ്പിക്കുക എന്ന് വെച്ചാൽ കുറച്ച് കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. പക്ഷേ വിത്ത് പ്രൂഫ് സിവിൽ സർവീസിലെ ചോദ്യങ്ങൾ എങ്ങനെയാണ് PSC വന്നിട്ടുള്ളതെന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങൾ ബാച്ചസിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ചോദ്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പൊ അടുത്ത കാലത്ത് PSC ചോദിച്ചൊരു ചോദ്യമാണത്, അല്ലെ? എക്സാക്ട്ലി ലേറ്റസ്റ്റ് LGS പരീക്ഷ എഴുതിയ ആൾക്കാർക്ക് അറിയാം എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. പക്ഷേ ഞാൻ ഈ പറയുന്ന അൾട്ടിമേറ്റ് ഷോർട്ട് കട്ട്. സിവിൽ സർവീസസിൽ നിന്നുള്ള ചോദ്യങ്ങൾ PSCയിൽ റിപ്പീറ്റ് ചെയ്യും. അത് ഒരു ദോഷമല്ല, ഗുണമാണ്. ബിക്കോസ് ഇപ്പൊ വീട്ടമ്മമാർ അല്ലെങ്കിൽ വർക്കിംഗ് കാൻഡിഡേറ്റ്, നിങ്ങൾക്ക് സമയം കുറവാണ്. പക്ഷെ കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ UPSC ചോദ്യ പേപ്പർ എന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒരു ചോദ്യ പേപ്പറിൽ 10-30 ചോദ്യങ്ങൾ കാണത്തുള്ളൂ നിങ്ങൾക്ക് റിലവന്റ് ആയിട്ടുള്ളൂ, സിലബസിനകത്തുള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ധാരാളം ചോദ്യങ്ങൾ അവിടെ നിന്ന് വരും. ഈ ഒരു ചോദ്യം കണ്ടോ, സിവിൽ സർവീസസിൽ 2018 വന്നൊരു ചോദ്യമാണ്. ഡിജിറ്റൽ ഇന്ത്യ പ്ലാൻ. ഡിജിറ്റൽ ഇന്ത്യ പ്ലാനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന എന്താണെന്ന ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടോ, ഫോർമേഷൻ ഓഫ് ഇന്ത്യസ് ഓൺ ഇന്റർനെറ്റ് കമ്പനീസ് ലൈക്ക് ചൈന ഡിഡ്. ചൈന ഉണ്ടാക്കിയതുപോലെ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഇന്റർനെറ്റ് കമ്പനികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ്. അതേ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് PSCയുടെ ഈ ചോദ്യ പേപ്പറിന് തന്നത്. കണ്ടോ, ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാമിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളെ പരിഗണിക്കുമ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, ഫോർമേഷൻ ഓഫ് ഇന്ത്യസ് ഓൺ ഇന്റർനെറ്റ് കമ്പനീസ് ലൈക്ക് ചൈന ഡിഡ്. ഇത് ഒരു അമ്മ പെട്ട അളിയന്മാരെ പോലെ ഇല്ലേ? നിങ്ങൾക്ക് ഇതിന് കോമഡി മനസ്സിലായി? ഒരൊറ്റ അമ്മ വെച്ച അളിയന്മാരല്ലേ? അപ്പൊ ഈ ചോദ്യം വർക്ക്ഔട്ട് ചെയ്തിട്ട് ഒരു ഉദ്യോഗാർത്ഥിക്ക് എത്രത്തോളം എഡ്ജ് കിട്ടുന്നുണ്ട്? ഇതൊരു കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ഇത് ഭയങ്കര തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. PSC ചോദ്യ പേപ്പർ ഒന്ന് മറിച്ച് നോക്കി ഒരാൾക്കറിയാം. ഇതൊരു അനുഗ്രഹമാണ്. ഇത് കണ്ട് ആരും പേടിക്കണ്ട. നമ്മുടെ യൂട്യൂബിലാണെങ്കിലും നമ്മുടെ ബാച്ചസിലാണെങ്കിലും ചറപറാന്ന് നിങ്ങൾക്ക് UPSC ചോദ്യ പേപ്പറുകളുടെ ഡിസ്കഷൻ കിട്ടും. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇത് പഠിക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. ഇപ്പം നമ്മൾ ക്ലാസ്സസിൽ ബാച്ചസിൽ UPSC ചോദ്യ പേപ്പർ കൊണ്ടുവരുമ്പോൾ ഇത് എന്തിനാ പഠിക്കുന്നതെന്ന് ചിന്തിക്കരുത്. ഇപ്പം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയധികം റാങ്ക് ഹോൾഡേഴ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരാനുള്ള മെയിൻ റീസൺസിലൊന്ന് എലിമിനേഷൻ ടെക്നിക്സും മറ്റേത് സിവിൽ സർവീസ് നിലവാരത്തിലുള്ള ടീച്ചിങ്ങുമാണ്. പഴയ PSC പാറ്റേണിൽ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. പുതിയ UPSC നിലവാരത്തിൽ പഠിക്കുക. UPSC നിലവാരത്തിൽ പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതാണ് എളുപ്പം. റാങ്ക് ഫയൽ കാണാതെ പഠിക്കണ്ട. വലിയ ഓർമ്മശക്തി ഇല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ശരാശരി ഓർമ്മശക്തി, ശരാശരി വിശകലനാത്മകമായ ചിന്താഗതി ഉണ്ടെങ്കിൽ UPSC നമുക്ക് പഠിക്കാം. PSC പഴയ PSC അതിനേക്കാൾ ഡിഫിക്കൽട്ട് ആണ്. കാണാതെ പഠിക്കുന്ന വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് പഴയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ PSC പരീക്ഷ ഞാനും പോയി 8 നില പൊട്ടിയിട്ടുണ്ട്. പക്ഷെ പാറ്റേൺ മാറിയതിനു ശേഷം പഠിക്കാൻ എളുപ്പമായി. അപ്പം പിന്നെ എഴുതുന്നതിനകത്തൊക്കെ റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് UPSC നിലവാരത്തിൽ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പ പണിയാണ്. ഇത് എങ്ങനെയാണൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. ഇപ്പം കഴിഞ്ഞ ഡിഗ്രി മെയിൻസിനെ വെച്ച് മറ്റൊരു ചോദ്യമാണ്, ഇന്ത്യയിലെ ഏത് ഫ്രീഡം ഫൈറ്റർ ആണ് മാസിനിയുടെയും ഗരിബാൾഡിയുടെയും ഒക്കെ ജീവചരിത്രം ഉറുദു ഭാഷയിൽ എഴുതുന്നുള്ള ചോദ്യമാണ്. ഇതേ ചോദ്യം UPSC വന്നിട്ടുണ്ട്, കണ്ടോ? ഇതേ ചോദ്യം. ഇത് LSGS മെയിൻസിന് വന്ന ചോദ്യമാണ്, അല്ലെ? ഈ ചോദ്യം PSC ഈ സിവിൽ സർവീസ് ചോദ്യത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. മാസിനി, ഗരിബാൾഡി, ഇവിടെ കുറച്ച് കടന്നു. ശിവാജിയെ പറ്റിയും ശ്രീകൃഷ്ണയെ പറ്റിയും ചോദിച്ചിട്ടുണ്ട്. ഈ വ്യക്തി അമേരിക്കയിലാണ് ജീവിച്ചതെന്നുള്ള ക്ലൂ തന്നത്. എന്റെ ആൻസർ ലാലാ ലജപത് റോയ് ആണ്. ലാലാ ലജപത് റോയ്. അപ്പൊ അടുത്ത PSC ചോദ്യം എവിടെ നിന്നായിരിക്കും? അമേരിക്കയിൽ ജീവിച്ചിരുന്ന ശ്രീകൃഷ്ണന്റെ ശിവാജിയുടെ ജീവിതത്തിൽ എഴുതിയ വ്യക്തി ആരെന്നായിരിക്കും ചോദിക്കുന്നത്. ഇത് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് അടിച്ചു മാറ്റും, ഇത് അടിച്ചു മാറ്റും. നമുക്കിത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എത്ര എളുപ്പപ്പണിയത്. കഴിഞ്ഞ KS പ്രിലിംസ് എഴുതാൻ പോയപ്പോൾ മനസ്സിലായ കാര്യമാണ്. ചറവറ UPSC ചോദ്യങ്ങൾ വരുവാണ്. അപ്പൊ UPSC ചോദ്യ പേപ്പർ ഒരാവർത്തിങ്ങനെ വായിച്ചു നോക്കിയ ആൾക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പഴയ PSC പാറ്റേണിൽ പഠിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം
KS റാങ്ക് ലിസ്റ്റ് നിങ്ങൾ നോക്കാം. എല്ലാവരും സ്ട്രീം 1-ൽ ടോപ്പ് റാങ്കിൽ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ സിവിൽ സർവീസ് ഹാർഡ് കോർ ആസ്പിറൻസ് ആയിരുന്നു. റാങ്ക് 1 കിട്ടിയത് UPSC ഫോറിൻ സർവീസ് കിട്ടിയ വ്യക്തിക്കാണ് KS റാങ്ക് 1 കിട്ടിയത്, അല്ലെ? എക്സാക്ട്ലി. അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യം ഇത് എളുപ്പപ്പണിയാണ്. UPSC പാറ്റേണിൽ പഠിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി എളുപ്പപ്പണിയാണ്. ഞാൻ പ്രിലിംസിന്റെ കാര്യമാണ് പറഞ്ഞത്, മെയിൻസ് അല്ല. മെയിൻസ് UPSCയുടെ ഡിസ്ക്രിപ്റ്റീവ് എഴുത്ത് പരീക്ഷ അത് കുറച്ച് കട്ടിയാണ്. പക്ഷെ പ്രിലിംസ് ഒബ്ജക്റ്റീവ് പരീക്ഷകൾ UPSC നിലവാരത്തിൽ പഠിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആഴത്തിൽ പഠിക്കുക, കറക്കി കുത്തുക. ഈ ഒരൊറ്റ ഇക്വേഷൻ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നമ്മുടെ ചാനലിൽ തന്നെ UPSC ചോദ്യങ്ങൾ ധാരാളം ഡിസ്കഷൻസ് ഉണ്ട്. അപ്പോ ആഴത്തിൽ പഠിക്കണം എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് പഠിക്കണം? റാങ്ക് ഫയൽ പഠിച്ചാൽ മതിയോ? പോരാ. പക്ഷെ റാങ്ക് ഫയലും പഠിക്കണം. റാങ്ക് ഫയൽ ഉപേക്ഷിച്ചിട്ട് നമുക്ക് PSC പഠിക്കാൻ ഒക്കത്തില്ല. കാര്യം ആർട്ട്, കൾച്ചർ, IT, സ്പോർട്സ്, ലിറ്ററേച്ചർ പോലുള്ള സബ്ജക്റ്റുകൾ റാങ്ക് ഫയലിൽ നിന്ന് തന്നെ പഠിക്കണം. പക്ഷെ അതിനോടൊപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകൾ പഠിക്കണം. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഹിസ്റ്ററി പഠിക്കുമ്പോൾ ബിപിൻ ചന്ദ്ര, സ്പെക്ട്രം, ഈ 2 ടെക്സ്റ്റുകളിൽ നിന്ന് പഠിക്കാം. വിത്ത് പ്രൂഫ്, അതായത് ഈ ടെക്സ്റ്റിൽ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നതൊക്കെ നമ്മൾ യൂട്യൂബിൽ പറയുന്നുണ്ട്. നമ്മുടെ ബാച്ചസിലും ഇതേ ടെക്സ്റ്റുകൾ വെച്ച് തന്നെയായിരിക്കും പഠിപ്പിക്കുക. അവിടെ റാങ്ക് ഫയലിലെ ഫാക്ടുകൾ നിങ്ങൾക്ക് കിട്ടും. അതിനോടൊപ്പം UPSC ഫാക്ടുകളും നിങ്ങൾക്ക് കിട്ടും. സിവിൽ സർവീസ് റിലവന്റ് ആയിട്ടുള്ള ഫാക്ടുകളും കിട്ടും. കേരള ഹിസ്റ്ററി എവിടെ നിന്ന് പഠിക്കണം? അത് ശ്രീധര മേനോൻ സാറിന്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ പഠിക്കണം. സർവേ ഓഫ് കേരള ഹിസ്റ്ററി. നമുക്ക് റാങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ ഇവിടെ നിന്നാണ് വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ലക്ഷ്മികാന്ത് പഠിക്കുക, ശങ്കർ IASന്റെ എൻവയോൺമെന്റ് പഠിക്കുക, ശ്രീറാം IASന്റെയോ രമേശ് സിംഗിന്റെയോ, കുറച്ചും കൂടെ നല്ലത് രമേശ് സിംഗ് ആണ്. എക്കണോമി പഠിക്കുക, ജോഗ്രഫി NCERTയും ഓക്സ്ഫോർഡ് അറ്റ്ലസും GC ലിയോങ് എന്ന് പറയും, ആ ഒരു പുസ്തകം വെച്ച് പഠിക്കുക. സയൻസ് ആൻഡ് ടെക്നോളജിയും വേൾഡ് ഹിസ്റ്ററിയും പഠിക്കാനൊന്നും നമുക്ക് ടെക്സ്റ്റുകൾ അവൈലബിൾ അല്ല, സിംഗിൾ സോഴ്സ് അവൈലബിൾ ആണ്. ക്ലാസ് നോട്ട്സ് ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ ഇവിടെ ഈ ടെക്സ്റ്റുകളൊന്നും നിങ്ങൾ അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിക്കണമെന്നില്ല. ഇതിന്റെ PDF നിങ്ങൾക്ക് ഒരുപക്ഷെ കിട്ടും കേട്ടോ. PDF നമുക്ക് ഇതിന്റെ അവൈലബിൾ ആയിരിക്കും പല സ്ഥലത്തും. ഇപ്പൊ NCERTയും SCERTസും വിട്ട് കളയരുത്. ഈ ടെക്സ്റ്റുകളൊക്കെ പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SCERT ഇനി ഇപ്പൊ പുതിയ SCERT വന്നു, അല്ലെ? പക്ഷെ SCERTകൾ ഇനി എങ്ങനെയൊക്കെ മാറി മറിഞ്ഞാലും നമ്മളത് ബാധിക്കത്തില്ല. കാര്യം സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് SCERTയും NCERTയും ഒക്കെ മാറി മറിഞ്ഞാലും ഒരു കുഴപ്പമില്ല. കാര്യം ആ കണ്ടന്റ് ഒക്കെ ആ ബുക്കിനകത്ത് അവന് കിട്ടും. നമുക്ക് പ്രിലിംസ് ഒരു പക്ഷേ നിങ്ങൾക്കറിയാം, പല ആൾക്കാരും പ്രിലിംസ് മിക്കവാറും ക്ലിയർ ആവും, മെയിൻസ് ആണ് ക്ലിയർ ആവാൻ ബുദ്ധിമുട്ട്. കാര്യം എന്താ, പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, റീസണിങ് മതി. പിന്നെ GK കുറച്ച് അറിഞ്ഞിരുന്നാൽ മതി. പക്ഷെ മെയിൻസിലേക്ക് വരുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്, GK ഉണ്ട്. അതിനാണ് അവിടെ വെയിറ്റേജ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിലിംസ് ഓട്ടോമാറ്റിക് ആയി ക്ലിയർ ആവാനും പറ്റും. അതിന്റെ കൂടെ മെയിൻസിൽ നിങ്ങൾക്ക് ഒരു റാങ്ക് ഉറപ്പിക്കാനും സാധിക്കും. അപ്പൊ അതാണ് ബുക്ക് ലിസ്റ്റിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. വേൾഡ് ഹിസ്റ്ററിയുടെ ബുക്ക് ലിസ്റ്റ് ഞാൻ പറയുന്നത് പാറ്റേൺസ് ആൻഡ് ഇന്ററാക്ഷൻസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. SCERT ഉണ്ട്, NCERT ഉണ്ട്, മുഖർജിയുടെ ഒരു ബുക്ക് ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് വേൾഡ് ഹിസ്റ്ററി പഠിക്കാം. പിന്നെയാണ് എല്ലാവരുടെയും സംശയം, ആഴത്തിൽ പഠിക്കണം, എന്ത് വെച്ച് പഠിക്കണം? സിലബസ് PSC പബ്ലിഷ് ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ന്യൂ സിലബസ് അനാലിസിസ് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടു നോക്കാം. പുതിയ സിലബസ് വരുമ്പോൾ ഇതിൽ നിന്ന് വലിയ വേരിയേഷൻ വരാൻ സാധ്യതയില്ല. വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ PSC ആണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ വേരിയേഷൻ വരും. വന്നു കഴിഞ്ഞാലും നമ്മൾ അതൊക്കെ തരണം ചെയ്യും. പക്ഷെ ഇപ്പം പഠിച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥികൾ ഈ സിലബസ് വെച്ച് തന്നെ പഠിക്കാം. എന്തായാലും ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് ഒക്കെ കാണും, ആക്ടുകളുടെ സെക്ഷൻ കാണും, കേരള ഗവർണൻസ് ഓവർലാപ്പ് വരുന്ന ഏരിയാസ് കാണും, ആർട്ട് ആൻഡ് കൾച്ചർ, മാത്സും ഇംഗ്ലീഷും ഒക്കെ എന്തായാലും കാണുമല്ലോ. അപ്പൊ സിലബസിനകത്ത് നിങ്ങൾ ഇപ്പം നോക്കി സെൽഫ് സ്റ്റഡി നടന്ന വ്യക്തികളാണെങ്കിൽ നോക്കി തുടങ്ങേണ്ട ഏരിയാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിലബസ് വന്നിട്ട് പഠിക്കാനിരിക്കില്ല. ഇനിയിപ്പം ഡിസംബർ ലാസ്റ്റിലാണ് സിലബസ് വരുന്നതെങ്കിൽ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. കോമ്പറ്റീഷൻ അത്രയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റൊക്കെ ഇരുന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ UPSC മെറ്റീരിയൽസ്, PSC മെറ്റീരിയൽസ്, ബുക്ക് ലിസ്റ്റുകൾ, ഇതൊക്കെ വെച്ച് അങ്ങോട്ടങ്ങ് പഠിക്കാം. ഇനിയിപ്പോ നമ്മുടെ ബാച്ചിലർ സ്റ്റുഡൻസിന് ചില സംശയമുണ്ട്, എങ്ങനെയാണ് നമ്മുടെ കോഴ്സിന്റെ സ്ട്രക്ചർ എന്നുള്ളത്. ബാച്ച് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഞാൻ ഈ ഇൻഫർമേഷൻ പാസ് ചെയ്തു തരാം, എന്താണ് കോഴ്സിന്റെ സ്ട്രക്ചർ എന്നുള്ളത്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ റൈറ്റപ്പിനകത്തൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാവും, ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അതായത് ഇപ്പൊ റെക്കോർഡ് ക്ലാസ് മാത്രമായി കഴിഞ്ഞാൽ നല്ല ബോറടി ആയിരിക്കും. ലൈവ് ക്ലാസ് മാത്രമായി കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കുറയും. നമുക്കറിയാം, ലൈവ് ക്ലാസ്സിനകത്ത് നമുക്ക് റെക്കോർഡ് ക്ലാസ്സിനകത്ത് പറഞ്ഞ അത്ര കണ്ടന്റ് തരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു മിക്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇപ്പോ PSC ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുക, പുതിയ പുതിയ ഫാക്ടുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു.
അതുകൊണ്ട് തന്നെ സപ്പോസ് റെക്കോർഡ് ക്ലാസ്സിൽ ഇപ്പൊ 1857 റിവോൾട്ടിനെ പറ്റി നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പുതിയ PSC പാറ്റേൺ അനുസരിച്ച് നോക്കുമ്പോഴത്തേക്കും പുതിയതായിട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള പുതിയ പുസ്തകങ്ങളിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ലൈവ് ക്ലാസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും. അതുകൊണ്ട് തന്നെ ട്രെൻഡ് അറിഞ്ഞ് പഠിക്കാൻ പറ്റും. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടാനാണ് ലൈവ് ക്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ റെക്കോർഡ് ക്ലാസ് വഴി കിട്ടും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് തന്നെ ഔട്ട്ഡേറ്റഡ് ആവാതെ ഏറ്റവും ലേറ്റസ്റ്റ് പാറ്റേണിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് ഹൈലൈറ്റ്. പിന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റ്, മെന്റർഷിപ്പ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് സംശയം നമ്മുടെ കമന്റ് സെക്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ അഡ്മിഷൻ നമ്പർ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മെന്റേഴ്സ് ആണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോ ഡിഗ്രി ലെവൽ എക്സാംസിന്റെ ഒരു ഫിലോസഫി എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ റെക്കോർഡിങ്സ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം കേട്ടോ. കാരണം ഈ വീഡിയോ യൂട്യൂബിലും പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഇപ്പൊ യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾ പറയാനുള്ള ഒരു കാര്യം അതാണ്, ടൈം തീരെ ഇല്ല, നിങ്ങൾ പഠിച്ചു തുടങ്ങാം. ആ ഒരു സിലബസ് വീഡിയോയിലത് പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക, കട്ടൊക്കെ ഇങ്ങ് പഠിച്ചു തുടങ്ങാം. കോമ്പറ്റീഷൻ നല്ല രീതിയിൽ കൂടുതലാണ്. ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സിലബസ് വരും. മെയിൻസിന് പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ബോധം കിട്ടുന്ന കുറെ ആൾക്കാരുണ്ട്. അയ്യോ 2 പേപ്പർ പഠിച്ച കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ നല്ല കഴിവുള്ള കുറെ ആൾക്കാർ എന്ത് ചെയ്യും, ഈ പരീക്ഷ എഴുതാതെ മാറി നിൽക്കും. പക്ഷെ LSGS മെയിൻസിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, LSGS മെയിൻസിനകത്ത് കൊടുത്തിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് പലതും. സ്പെഷ്യൽ ടോപ്പിക്സിന് പേരുണ്ടെങ്കിലും അതൊക്കെ പണ്ട് തൊട്ടേ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകൾ തന്നെ. പക്ഷെ സ്പെഷ്യൽ ടോപ്പിക്സ് ഒരു തലക്കെട്ട് വന്നപ്പോഴത്തേക്കും പരീക്ഷ ഉപേക്ഷിച്ച് പോയ കുറെ പേരുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ കൺവിക്ഷനോട് കൂടി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ നല്ല സ്കോപ്പ് ഉണ്ട്. നിങ്ങൾ നോക്കിയോ, മെയിൻസിന്റെ സിലബസ് വന്നു കഴിയുമ്പോഴത്തേക്കും മനസ്സ് മടുത്ത് കുറെ പേര് ഇവിടെ നിന്ന് മാറും. കാര്യം നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, റിസ്ക് എടുക്കാതിരിക്കാൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ടെൻഡൻസി ബ്രെയിനിനുണ്ട്. പക്ഷേ ആ ടെൻഡൻസി ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരിക്കും, അവരായിരിക്കും റാങ്ക് ലിസ്റ്റിലേക്ക് വരിക. അപ്പൊ കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ അസറ്റ്. കോൺഫിഡൻസിനേക്കാൾ വലിയ ഒരു അസറ്റ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് കിട്ടാനില്ല. ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ്. കൃത്യമായി കോൺഫിഡൻസോടുകൂടി പ്രിപ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ PSC എന്തൊക്കെ സിലബസ് കൊണ്ടുവന്നു കഴിഞ്ഞാലും നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇങ്ങനെ പല വീട്ടമ്മമാരോടും വർക്കിംഗ് ക്യാൻഡിഡേറ്റ്സിനോടുമാണ്. അവർക്കാണ് ഒരു സ്ട്രെസ് ലെവൽ കുറച്ച് കൂടുതലുള്ളത്. പക്ഷെ ഈ രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, പിന്നെ പഠിക്കുന്ന കുട്ടികൾ കുറച്ചേ കാണത്തുള്ളൂ, അവർക്ക് ഉറപ്പായും നല്ല രീതിയിലുള്ള ഫ്യൂച്ചർ PSC കിട്ടും. അപ്പോ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. താങ്ക് യു, ബൈ.